ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നു. ഇന്ന് എനിക്ക് ആവശ്യമായിട്ട് ഒരു ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഇറങ്ങിയ ഒരു മെഷീൻ ഞാൻ ഇന്ന് വാങ്ങിക്കുക. ഓക്കെ, ആദ്യം അതിൻ്റെ മെഷീൻ ഓരോ പാർട്ടായിട്ട് നിസാം പുറത്തെടുത്ത് വയ്ക്കുന്നു. അതിൻ്റെ മെയിൻ പാർട്ടാണ് മെഷീൻ. നേരത്തെ ഇതേപോലെ ഇത് ക്ലീനിങ് ബ്രഷിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ടായത്. ഈ ഹൈഡ്രാ മെഷീനിലെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് നമ്മളൊരു സ്പ്രേ ചെയ്യുന്നുണ്ട്, ഇത് സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ സ്കിന്നിനകത്തുള്ള ഡീപ്പായിട്ടുള്ള അഴുക്കുകളൊക്കെ പോയി അഴുക്ക് ടോക്സിനൊക്കെ വലിച്ചെടുത്ത് സ്കിന്ന് നല്ല ക്ലീനാക്കും. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പാർട്ട്. അടുത്തതായിട്ടുള്ള പാർട്ടാണ് ഇത് അൾട്രാസോണിക് മെഷീൻ. ഇത് വെച്ച് നമ്മൾ എന്ത് ക്രീമായാലും ജെല്ലായാലും എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു, സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നു, അതെല്ലാം സ്കിന്നിലോട്ട് ഒരു 3-4 ലെയർ ഉള്ളിലോട്ട് അബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് മെഷീനായത്. ഈ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇത്. സ്ക്രബ്ബറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഡീപ്പായിട്ട് ഉള്ള അഴുക്കെല്ലാം, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പാർട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഹൈഡ്രാ ഫേഷ്യലിൻ്റെ സ്ക്രബ്ബർ ആണ്. ഇതിലെ 3 മെഷീൻ്റെ പാർട്ടുകൾ കണക്ട് ചെയ്യുന്നത് ഈ സൈഡിലാണ്. ഇത് നമ്മൾ ക്ലീനപ്പ് വരുന്നുണ്ട്, അൾട്രാസൗണ്ടിൻ്റെ പാർട്ട് വരുന്നുണ്ട്, അതുപോലെ സ്ക്രബ്ബർ. ഈ 3 പാർട്ടിൻ്റെയും ഘടിപ്പിക്കുന്നത് ഈ സൈഡിൽ. ഇത് നമ്മളുടെ ഈ ഹൈഡ്രാ മെഷീൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇത് RF മെഷീൻ എന്ന് പറയും. ഇത് നമ്മുടെ സ്കിൻ ആൻറ്റി ഏജിങ് ആണ്. സാഗിങ്, റിങ്കിൾസ് ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടാണ് ഇത് RF മെഷീൻ. ഇത് ഈ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ 4ാമത്തെ പാർട്ട് മെഷീനായത് RF മെഷീൻ. ഇത് ഈ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ 4ാമത്തെ പാർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സാഗിങ് കുറയ്ക്കുന്നു, റിങ്കിൾസ് കുറയ്ക്കുന്നു, അതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാർട്ടാണ് ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഈ RF മെഷീൻ. അടുത്തതായിട്ട് നമ്മൾ ഈ പാർട്ട്, ഈ ടൂൾസ് നമ്മൾ ഘടിപ്പിക്കുന്നു. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നിസാമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിരിക്കാം. ഈ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ കൂളിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഈ പാർട്ട്. ഇത് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ മുഖം വാഷ് ചെയ്യത്തില്ല. നമ്മൾ തന്നെ തുടച്ച് എല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തുള്ള സിറമുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതെല്ലാം സ്കിന്നിൽ നമ്മൾ LED ലൈറ്റും വെച്ച് നമ്മളെല്ലാം ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് കൂളിംഗായിട്ട് ഈ മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ 5ാമത്തെ പാർട്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന കൂളിംഗ് കംപ്രഷൻ. നമ്മൾ ഇതിനകത്തോട്ട് ഈ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ടോണർ ഒഴിച്ച് അതിനുശേഷം നമ്മൾ സ്പ്രേ ചെയ്യുന്ന ടൂൾസാണ് ഇത്. നല്ല ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന സ്പ്രേ സ്കിന്നിലോട്ട് അബ്സർവ് ചെയ്യാനായിട്ട് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്ന പാർട്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ടൂൾ. ആകെ 7 പാർട്ടുണ്ട്. അതിൽ 6 പാർട്ട് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്, ഇത് 5, 6, അങ്ങനെ 6 പാർട്ട് വന്നു. ഇനി ഇതിനകത്ത് മെയിൻ അങ്ങനെ 3 ടൂൾസിൻ്റെ വയറുകളിൽ ജോയിൻ ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഈ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഹൈലൈറ്റാണ് ഈ LED ലൈറ്റ് തെറാപ്പി. ഇത് നമ്മൾ ചെയ്ത സിറം ഒക്കെ ഡീപ്പായിട്ട് സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്ത് സ്കിൻ നല്ല യങ് ആക്കി കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് LED തെറാപ്പി. ഇതിന് പല ലൈറ്റുകളുണ്ട്. ഓരോ ലൈറ്റും ഓരോന്നിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. റെഡ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ഇങ്ങനെ പല കളറിൽ ഈ LED ലൈറ്റ് ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇത് നമ്മൾ സലൈൻ വാട്ടറാണ് നമ്മളിപ്പോൾ ഈ ബോട്ടിലാണ് ഒഴിച്ചിരിക്കുന്നത്.
വാട്ടറാണ് ഇത്. നമ്മൾ അബ്രാഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ബോട്ടിനകത്ത് ഒഴിക്കുന്ന വാട്ടറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് സലൈൻ വാട്ടർ. ഇത് നമ്മുടെ സ്കിന്നിൽ എത്രയും മാത്രം പോകുന്നു അത്രയും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഇതാണ് നമ്മൾ ഈ അബ്രാഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ബോട്ടിലോട്ട് ഒഴിക്കുന്ന വാട്ടർ, സലൈൻ വാട്ടറാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത്. ഇത് എത്രയും നമ്മുടെ സ്കിന്നിൽ അബ്സർവ് ചെയ്യുന്നു അത്രയും നമുക്ക് സ്കിന്നിന് നല്ലതാണ്. ഇത് നമുക്കിനി ഈ മെഷീൻ്റെ ബാക്കിൽ ഈ മെഷീനിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. നമ്മൾ ഡീപ്പ് ക്ലീനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വാക്കം. ഇത് നമുക്കിങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം എയർ നമ്മൾ ബോട്ടിലൊഴിച്ച സെലൈൻ വാട്ടറാണ് നമുക്കിപ്പോൾ ഈ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ടോണറാണ്. നമ്മൾ ടോണർ ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യുക. പുതിയ മെഷീൻ ആയതുകൊണ്ട് ടോണർ നമ്മൾ ഈ ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് ഇതാണ് നമ്മൾ ടോണർ വെച്ച് ചെയ്യുന്ന സ്പ്രേ. ഇത് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങുകയും ചെയ്യും, റിസൾട്ട് അതേപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ്റെ ഒരു സൈഡിൽ അബ്രാഷനുണ്ട്, അതുപോലെ കൂളിംഗ് കംപ്രഷൻ വരുന്നുണ്ട്, അതുപോലെ നമ്മൾ ടോണർ വെച്ച് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് സ്ക്രബ്ബർ വരുന്നുണ്ട്, സ്ക്രബ്ബർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. രണ്ടാമത് അൾട്രാസൗണ്ട് വരുന്നുണ്ട്, മൂന്നാമത് RF മെഷീൻ വരുന്നുണ്ട്. ഇത് നമുക്ക് ആൻറ്റി ഏജിങ് ആയിട്ട് ഒക്കെ ഉപയോഗിക്കാവുന്ന മെഷീന്. പിന്നെ നമുക്ക് ഇതിൽ LED മാസ്ക്, ഇത്രയും നമുക്ക് ഇതിനകത്ത് മെഷീൻ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ 10 വരെ നമുക്ക് ഇതിനകത്ത് ടൈം കൂട്ടാവുന്നതാണ്. ഇതിനകത്ത് 10 വരെ നമുക്ക് ടൈം കൂട്ടാം. അതിനുശേഷം അത് ഫുള്ള് സ്ക്രബ് ചെയ്തതിന് ശേഷം ഫുൾ 0 ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അൾട്രാസൗണ്ട് ഇതിലോട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ഇതുപോലെ കൂട്ടി 10 വരെ നമുക്ക് കൂട്ടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്ത് 0 ആക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്തതിലായിട്ട് പോകാൻ. അത് നമുക്കിതുപോലെ ഇത് ആൻറ്റി ഏജിങ്ങിൻ്റെ RF മെഷീന്, അത് നമുക്ക് 10 വരെ നമുക്ക് സ്പീഡ് കൂട്ടാവുന്നതാണ്. അതുപോലെ അതും ടൈം 0 ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തതിലോട്ട് LED മാസ്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ്. LED മാസ്ക് ഇതിൽ നമുക്ക് 10 വരെ നമുക്ക് ടൈം കൂട്ടാവുന്നതാണ്. 10 വരെ ആക്കിയിട്ട് ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ച് നമുക്കിതിനകത്ത് ടൈം മിനിറ്റ് ടൈം ഇതിനകത്ത് നമുക്ക് 10 വരെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. അത് ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കളർ കൊടുക്കാം, അതുപോലെ ഫ്ലാഷും കൊടുക്കാം. ഇത് നമുക്ക് 10 വരെ ചെയ്തിട്ട് നമുക്കിതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതും നമുക്ക് ഉപയോഗിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അബ്രാഷൻ ചെയ്യുന്ന സമയത്ത് H2O2 മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് അബ്രാഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ ടൈം ഇത് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഈ ഫേഷ്യലിന് ഒരു 1.5 മണിക്കൂർ നമുക്ക് ടൈം ആവശ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ മെഷീൻ ഓണാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടുത്തെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഹൈഡ്രാ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാമാണ് ഈ മെഷീൻ്റെ പാർട്ടുകളും അതിന് വരുന്ന ടൈം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ടുള്ള മെഷീൻ്റെ ബോർഡാണ് നമ്മളീ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ എല്ലാ പാർട്സും നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാമാണ് 7 പാർട്ട് ഈ ഹൈഡ്രാ ഫേഷ്യലുണ്ട്. ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നമുക്ക് ഇതിൻ്റെ വൈറ്റമിൻ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. ഈ മെഷീൻ ആവശ്യമുള്ളവർക്ക് ഇത് ഞാൻ വാങ്ങിച്ച നിസാമിൻ്റെ ഷോപ്പിൽ നിന്ന് നിസാമിൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിരിക്കാം. ആവശ്യമുള്ളവർ നിസാമിനെ വിളിക്കുക, വാങ്ങുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.